ഹായ് ഗൈസ്, നമുക്കൊന്ന് ചിക്കൻ വെച്ചൊരു ചിക്കൻ പൊരിക്കുകയല്ല എന്നാറ്റ വരട്ടുകയല്ല, അങ്ങനെ രീതിയിൽ നമുക്കൊരു സാധനം തയ്യാറാക്കാം. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ. അതിന് വേണ്ടി ഞാൻ ചിക്കൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി അല്ല കേട്ടോ, സാധാ മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചത്. പിന്നെ അതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര്, നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി കുഴച്ചൊരു 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതിലേക്ക് നല്ലോണം മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ മതി. തോനെ വെളിച്ചെണ്ണ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. നമുക്ക് അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കന് എന്ത് ചെയ്യുക, അതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഓരോന്നല്ല, ഫുള്ള് ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി അതിനെ പൊരിച്ച രൂപത്തിലാക്കി എടുക്കണം. ഓൾറെഡി ഇതിന്ന് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാത്ത രൂപത്തിൽ. അപ്പോൾ ചിക്കൻ്റെ ഏകദേശമൊക്കെ നമ്മൾ കുറച്ച് വന്നപ്പോഴാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നന്നായി ഇതിനെ വേവിച്ചെടുക്കണം കേട്ടോ. ലാസ്റ്റ് നമുക്കിത് പൊരിച്ച രൂപത്തിലായി കിട്ടും. അപ്പോൾ ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ പൊരിച്ച രൂപത്തിൽ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് നന്നായിട്ട് കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ നമുക്കിത് എന്താ ചെയ്യുക, ഇനി ഇതിനെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി സെറ്റ് ആകുമ്പോഴത്തേക്കും കുറച്ച് പരിപാടി ഉണ്ട്. അതിന് വേണ്ടി കുറച്ച് പണിയുണ്ടല്ലോ. അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കന് നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാത്രത്തിലേക്ക് മാറ്റി അതേ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നെങ്കിൽ ആ മസാലയൊക്കെ കൂടെ നമ്മുടെ ഈ ചെറിയുള്ളിയിലേക്കും വെളുത്തുള്ളിയിലേക്ക് നന്നായി പിടിച്ച് സെറ്റാകുള്ളൂ. അപ്പോൾ കണ്ടോ, പൊരിച്ച് വെച്ച കോഴി നല്ല സോഫ്റ്റാണ് കേട്ടോ, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. 2 കറാമ്പൂവും 2 കഷ്ണം പട്ടയും കൂടെ അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ശേഷം നമ്മളെന്ത് ചെയ്യുക, അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതക്കി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചതക്കുക, വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, അതിലേക്ക് ആവശ്യമായ കുറേ വെളുത്തുള്ളി, കുറേ പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമോ, കുറേ 1 കിലോ എന്നല്ല കേട്ടോ പറഞ്ഞത്, ഒരു 100-150 ഗ്രാമൊക്കെ എടുത്തിട്ട് കണ്ടോ നന്നായിട്ട് ചതക്കിയെടുത്ത് അമ്മിമ വെച്ച് ചതക്കിയെടുത്താണ്. അപ്പോൾ ഇതിനും കൂടെ ഇതിലേക്കിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ മസാലയൊക്കെ ഇതിലേക്ക് കൂടി ചേർന്ന് നല്ല സെറ്റായി വരും. ശേഷം നമ്മളതൊന്ന് വാടാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് വെക്കാം കേട്ടോ. പിന്നെ അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാട്ടി തന്നിട്ടില്ല. അതുപോലെ ഉണക്കമുളക്, അതായത് വറ്റൽമുളക് നന്നായി പൊടിച്ച് വെച്ചതായിരുന്നു, അതും കുറച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ. കുരുമുളക് പൊടി ഞാൻ ഇട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഓൾറെഡി ചിക്കനിൽ എരിവുണ്ട്, പിന്നെ മസാലൻ്റെ എരിവ് എല്ലാം കൂടെ ആകുമ്പോൾ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതാണ് ബുദ്ധിമുട്ടാവും എരിവാകുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതിനാവശ്യമായ ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മസാല സെറ്റായിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ചെറിയുള്ളീൻ്റെ മണമൊക്കെ വരുമ്പോൾ നമുക്ക് ഓൾറെഡി ഈ മസാലേനെ കോരി തിന്നാൻ നല്ല ചെറിയുള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും മണമാണല്ലോ. അപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാം. ഓക്കെ, മോര് കറിയോ രസമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. അതുപോലെ പൊറാട്ട, ചപ്പാത്തി ഇതിനൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ചിക്കൻ റെഡിയായി ഇതിൻ്റെ മണം വരുമ്പോൾ തന്നെ ഒരാളിതാ കാത്ത് നിൽക്കുക കേട്ടോ, കഴിക്കാൻ പാത്രമായിട്ട് വന്നിട്ടുണ്ട്. മൂപ്പരെ തീറ്റപ്പോഴേ തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ സെറ്റായിട്ടുണ്ട്, കണ്ടില്ലേ? കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നും. ആ മസാല, ചെറിയുള്ളീൻ്റെ മണം, അതാണ് ഇതിലേക്ക് ഫ്ലേവർ. ചെറിയുള്ളീൻ്റെ മണവും അതിൻ്റെ ആ ടേസ്റ്റും, ചെറിയുള്ളിയാണ് ഹൈലൈറ്റ്. ഓക്കെ.